ഏവർക്കും ആസ്ക് ഡോക്ടർ മിംസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കോഴിക്കോടുള്ള രാകേഷിന്റെ കത്തിനാണ് ഇന്ന് ഞാൻ മറുപടി നൽകാൻ പോകുന്നത്. ഞാൻ ആദ്യം രാകേഷിന്റെ പ്രശ്നം വായിക്കാം. ഡിയർ ഡോക്ടർ മിംസ്, എന്റെ പേര് രാകേഷ്. കോഴിക്കോടാണ് സ്ഥലം. ഞാൻ സ്ഥിരമായി പുകവലിക്കുന്ന ഒരാളാണ്. വിവാഹശേഷം അത് നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്കതിന് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഞാൻ പുകവലിക്ക് അഡിക്റ്റ് ആണെന്നാണ് വൈഫ് പറയുന്നത്. അതെന്താണ് ഡോക്ടർ? സ്ഥിരമായി ഒരു നിശ്ചിത പ്രവൃത്തിക്ക് അടിമപ്പെട്ടു കഴിയുന്ന അവസ്ഥയാണ് അഡിക്ഷൻ. മദ്യപാനം, പുകവലി ഇവയെല്ലാം ഈ ഗണത്തിൽപ്പെടും. അതായത് അഡിക്റ്റീവ് പ്രോസസ് പുരോഗമിക്കും തോറും അതിനനുസൃതമായി പ്രസ്തുത വ്യക്തിയുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ വിപരീതമായി ബാധിക്കും. ഇതൊരിക്കലും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാനാവാത്ത വിധം മാറ്റമാണ് ആ വ്യക്തിയിൽ ഉണ്ടാകുന്നത്. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ നഷ്ടങ്ങളെ മാനിക്കാതെ മനസ്സിന്റെ സുഖത്തിനു വേണ്ടി മറ്റെല്ലാ കാര്യങ്ങളെക്കാളും പ്രാധാന്യം നൽകി ഒരു പ്രവൃത്തി തുടരാൻ താല്പര്യം കാണിക്കുമ്പോൾ അയാൾ അഡിക്റ്റഡ് ആണെന്ന് ഉറപ്പിക്കാവുന്നതാണ്. ഇതിനാൽ ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അവരുടെ ഈ സ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇത്തരക്കാർക്ക് ഈ സ്വഭാവം നിർത്താനുള്ള തീരുമാനമെടുക്കാൻ മനക്കരുത്തുണ്ടാവില്ല. അഡിക്ഷൻ എളുപ്പത്തിൽ മാറ്റാൻ പ്രയാസമാണ്. ഇത്തരം പ്രവണതകൾക്ക് കാരണമാവുന്ന ചുറ്റുപാടുകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ് ഇതിനു പ്രതിവിധി. പിന്നെ അഡിക്റ്റഡായ വ്യക്തി പ്രകടിപ്പിക്കുന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സ നിർണയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അയാളുടെ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും ആവശ്യമാണ്. അഡിക്ഷൻ എന്നത് ഒരു ശീലമല്ല, അതൊരു ഡിസോർഡറാണ്. അതിനാൽ കൃത്യമായ ചികിത്സയോടൊപ്പം മനക്കരുത്തും ആവശ്യമാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. അവർ ഇമെയിൽ ID ask@drmims.com. നാളെ വീണ്ടും കാണാം മറ്റൊരു ചോദ്യവുമായി. താങ്ക് യു.